നമസ്കാരം. കണ്ണായ ഭൂമി കണക്കില്ലാതെ ദുബായിലെ കമ്പനിക്ക് എഴുതി നൽകുക, യോഗ്യത നോക്കാതെ കരാറുകൾ തീർപ്പാക്കുക തുടങ്ങിയ എന്തെല്ലാമോ ഹോബികളായിരുന്നു മുൻ UDF സർക്കാരിന്. വികസനം തന്നെയായിരുന്നു ആ സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ ആ പരിശ്രമങ്ങളെല്ലാം വികസിച്ചത് UDF പ്രവർത്തകരുടെ കീശ മാത്രമായിരുന്നു. വികസനം എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെല്ലാം പിന്നീട് നാട്ടുകാരറിഞ്ഞു. സ്മാർട്ട് സിറ്റിയുടെ മറവിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങിയത് യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണായ ഭൂമി മുഴുവൻ കണക്കില്ലാതെ ദുബായ് കമ്പനിക്ക് എഴുതി നൽകി തോന്നിയതുപോലെ വിനിയോഗിക്കാനുള്ള വ്യവസ്ഥകളാണ് 2005-ൽ UDF സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ഇൻഫോ പാർക്കും കൈമാറാൻ വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനത്ത് എവിടെയും മറ്റ് IT പാർക്കുകൾ ആരംഭിക്കില്ലെന്ന ഗുരുതര നിബന്ധനയും ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തി. ഉമ്മൻചാണ്ടി കൊട്ടിഘോഷിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തുടക്കം മുതലേ വിവാദങ്ങളിലായിരുന്നു. 10 ലക്ഷം ചതുരശ്ര അടിയിലേറെ നിർമ്മിത കെട്ടിട സൗകര്യവും 20,000-ഓളം തൊഴിൽ അവസരങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്ന ഇൻഫോ പാർക്കിന് സമീപം തന്നെ സ്മാർട്ട് സിറ്റിക്ക് നിലമൊരുക്കിയത് വിമർശിക്കപ്പെട്ടു. ഇത്തരം വൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥാപിത രീതികൾ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയെ സ്മാർട്ട് സിറ്റി നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പിൽ പാലിച്ചില്ല. പദ്ധതി തയ്യാറാക്കൽ, സാധ്യതാ പഠനം, താല്പര്യപത്രം ക്ഷണിക്കൽ, വിശദ പദ്ധതി രേഖ തയ്യാറാക്കൽ തുടങ്ങിയ നടപടികളും ഉണ്ടായിട്ടില്ല. ദുബായ് സംഘടിപ്പിച്ച ഒരു വ്യവസായ പ്രദർശനത്തിൽ DIC അവതരിപ്പിച്ച പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ പരിശോധനയൊന്നും കൂടാതെ ഏറ്റെടുക്കുകയായിരുന്നു. ദുബായ് സർക്കാരിന്റെ നിക്ഷേപ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിന്റെ ഉപകമ്പനിയായി അവതരിപ്പിക്കപ്പെട്ട TCOM-ന്റെ ഈ രംഗത്തെ യോഗ്യതകളും പരിശോധിച്ചില്ലെന്ന വിമർശനം ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഉയർന്നു. TCOM-ന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമെന്ന് LDF തുറന്നു കാട്ടിയെങ്കിലും സ്മാർട്ട് സിറ്റി പദ്ധതി വികസനത്തിന്റെ ലാസ്റ്റ് ബസ് ആണെന്ന വൻപൻ പ്രചാരണം UDF അഴിച്ചുവിട്ടു. അതിനെതിരായ എതിർപ്പുകളെ വികസന വിരുദ്ധമായി ചിത്രീകരിച്ചു. പദ്ധതിക്ക് ആവശ്യമായതിലുമേറെ ഭൂമി TCOM-ന് കൈമാറാൻ തീരുമാനിച്ചതും അതിന് തുച്ഛവില നിശ്ചയിച്ചതുമെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. 8.8 ലക്ഷം ചതുരശ്ര അടി കെട്ടിട സൗകര്യം ഒരുക്കാൻ 246 ഏക്കർ കൈമാറുമ്പോൾ പദ്ധതിയുടെ രൂപരേഖ പോലും തയ്യാറായിരുന്നില്ല. വെറും 104 കോടി രൂപ മാത്രം പാട്ടത്തുകയായി വാങ്ങിയാണ് 3ഇടത്തായി 246 ഏക്കർ നൽകാൻ വ്യവസ്ഥയുണ്ടാക്കിയത്. അതിൽ 100 ഏക്കറിൽ നൽകിയ വിൽപ്പനാവകാശം പിന്നീട് വന്ന LDF സർക്കാർ 12% ഭൂമിക്ക് മാത്രമാക്കി ചുരുക്കി. അതിന്റെ പേരിൽ TCOM-ൽ നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായത്. കോട്ടയത്തെ ആകാശപാതയിൽ ഉൾപ്പെടെ പാപഭാരം പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിന്റേത്. കല്ലിട്ട് പോയ വഴിക്ക് പുല്ലുമുളച്ചോ എന്ന് പോലും നോക്കാനുള്ള ക്ഷമ അവർക്കില്ലാതെ പോയതെന്നാണ് വാസ്തവം.